എടാ എടാ എല്ലാവർക്കും കേക്ക് പിടിച്ചോണ്ടിരുന്നാലോ എടാ എല്ലാരും കേക്ക് വെച്ചിരുന്നാലാ ഈ ബാരിക്കേഡ് മാറ്റണോ? ഒരാള് കേക്ക് പിടിക്ക്, ബാക്കി എല്ലാരും ബൊക്കെ പിടിക്ക്. കറക്റ്റാ. ബൊക്കെ ബലൂണൊക്കെ പിടിക്ക് എല്ലാരും. എടാ എല്ലാരും കേക്ക് പിടിക്കണ്ട. ബാലൻ ഡൗൺ ആണോ ബാലൻ ഡൗൺ ആണോ രാവിലെ അടുത്തത് എനിക്ക് എരിഞ്ഞൂടെ. രാവിലെ ആവാറായാ? ഇല്ല 2 മണി. സെന്ററിൽ നിൽക്കുന്ന ആള് മാത്രം കേക്ക്, ചന്ദ്രൻ മാത്രം കേക്ക്, ബാക്കി എല്ലാവരും വരുന്നുണ്ട്. മഴവിൽ കേക്ക് കുടിച്ചോണ്ടിരിക്കാം. വാള് തുറക്കാൻ നിൽക്കുന്നവരൊക്കെ ബലൂണൊന്നും അടിച്ചാൽ മതി. ബാൽ ലൈവ് നോക്കിയാ പുണ്ണെന്തിനാ ലൈവ് നോക്കിയേ? BALLON അവൻ ലൈവ് നോക്കിയാടാ അപരാധി മോൻ. ലൈവ് കണ്ടാ ബുദ്ധി വിമാനം സൂപ്പർ. അപരാധി മോൻ എന്ത് ചത്ത ജീവനോടുണ്ടോ? മയിരം ചത്ത് കിടന്നിട്ട് ലൈവ് നോക്കിയാടാ എന്റെ കുന്ന. ലൈവ് കണ്ടിരിയൊന്നും മോന്റെ കഴിവുണ്ടല്ലോ അവന്റെ. എടാ പോടാ നിന്റെ കിണഞ്ഞ ഐഡിയ. ചന്ദ്രു ഞാൻ കിടരായിരുന്നു. പിന്നെ കിടക്കായിരുന്നു. നമ്മള് ബാലിനെ കൂടാണ്ട് മൊത്തം പേരും കൊണ്ട് ബാലിനെ അവിടെ ചത്ത കിടന്നോണ്ട് എന്ത് ഊമ്പാരാ ദൈവത്തിനെ വിളിച്ച് വലിച്ചിടാൻ പറ അവനെ. ഇനി എടാ SRK ദൈവത്തിനെ വിളി ബാലിനെ വലിക്കാനാ. ഇത്രയൊക്കെ ചെയ്തപ്പോഴേ അറിയായിരുന്നു ഇങ്ങനെ എന്തേലും വരും. അയ്യോ എനിക്കറിയാം ഇത് മുമ്പ് വന്നു. അയ്യോ എല്ലാം കൂടിയിട്ട് നന്നായി വെറൈറ്റി ആയിട്ടുണ്ട്. അത് ഇവൻ ഈ റേഡിയോയിൽ ഇതിങ്ങനെ പറയാ അവൻ ചത്തിടക്കുകയും പറയായിരുന്നു. പിടിച്ചെന്നാ കേക്കിന്റെ പേരെന്ത്? ചില്ലറ കഴപ്പോർത്തം. ബാക്കിയുള്ള മരുന്ന് വരുന്ന എല്ലാരും കൂടി ചന്ദ്രനെ കണ്ട ചന്ദ്രനെ ആര് വാസണ്ണ? അല്ലല്ല വാസണ്ണല്ല. ബാക്കിയുള്ളവർ നമ്മുടെ ഗ്യാങ് ഇത്ര പേരുള്ളൂ. ബാക്കിയുള്ള മരുന്നേ ഇല്ല ഇത്രേ ഉള്ളൂ. ഒരു കൂട്ടാൾക്കാരുണ്ടോ അപ്പൊ കൂട്ട ബാക്കിയുള്ള വരുന്നു അവിടെ എല്ലാരും ഇങ്ങോട്ട് വന്നറാ. അല്ല എല്ലാരും കൂടി ഇങ്ങോട്ട്. ഇവിടെ വന്നവരൊക്കെ ഇങ്ങോട്ട് വന്നേ. ഗുഡ് ആള് വരുമോ ദൈവത്തിന് തന്നെ അറിയാം. ഒരു മണിയായി. പിങ് പെട്ടെന്ന് ആരെങ്കിലും വിളിച്ച് വലിക്കാൻ പറയും. ഒന്ന് കുറച്ച് ടൈം 2 മണിക്കൂർ ബാക്കിലോട്ട് അടിക്കാൻ പറയാൻ തരാ. ഇനി കുറച്ച് നിങ്ങള് വീഡിയോ വല്ലതും വെക്കാനുള്ള സ്ഥലം ഉണ്ടാ? വീഡിയോ വല്ലതും കിട്ടിണ്ടാ? ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടാവും. അത് കണ്ടതാ. അത് വേണമെങ്കിൽ കാണിച്ചു തരാം. ആർക്കാ വേണ്ടത്? എനിക്ക് അയച്ചെന്നാ. എനിക്ക് ഒരാള് മെസ്സേജ് അയക്കും. വാസന വന്നില്ല. അണ്ണൻ ബാലം കൊണ്ട് വരുന്നു. മനസ്സിലായിരിക്കും. ഇനിയിപ്പോ നമ്മുടെ കൂട്ടത്തിൽ എല്ലാരും വന്നല്ലേ കേക്കും പറയും പിടിച്ചു. എന്റെ ബർത്ത്ഡേക്ക് ചന്ദ്ര വാട്സാപ്പിൽ പോയി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അന്ന് എനിക്ക് വയ്യാതെ നടക്കുവായിരുന്നു. ഓർമ്മയുണ്ടോ? എനിക്ക് ഇൻഫ്ലുവൻസ് ആയിരുന്നു. വയ്യായിരുന്നു എനിക്ക്. ഇനിയിപ്പോ വാക്ക് കൂടെ വന്നു കഴിഞ്ഞാൽ ആലോചിച്ചത് അളിയ എന്നെ ഒന്ന് പെട്ടല്ലോ. അളിയ ഞാൻ അയച്ചില്ല.
സൂപ്പർ. ലിവി അയച്ചിട്ടുണ്ട്. നിന്റെ അച്ഛനുള്ള കേക്ക് നിന്റെ അപ്പന്റെ കഴിവുള്ള എന്താ എന്ത് ബാലം മരിച്ച് അവിടെ കൊക്കേന്ന് ഇവിടെ മരിച്ചേ. ഇവർ എവിടേക്കെന്ന് പറയാ ചന്ദ്രൻ ആരോ കൊന്നൊന്ന്. അപ്പൊ ഇവൻ പോയി ലൈവ് എടുത്ത് നോക്കി നിങ്ങളാ. അപ്പൊ അല്ലല്ല അപ്പൊ SRK ആണ് മണ്ട ഈ നോക്കിയവരാണ് ആർക്ക് കഴപ്പറക്ക നോക്കിയാലും ഫാം ഒന്നില്ലേ മറ്റേ ചന്ദ്രനെ കൊന്നൊന്ന് മനസ്സിലായോ? ഇതൊക്കെ ഞാൻ സർപ്രൈസ് ആയി ചന്ദ്ര. നമ്മുടെ കൂടെ ഉള്ള എല്ലാം മെറ്റ പുണ്ടകളായി പോലെ അണ്ണാ. അഭിനയമാണ് ഇതിനെല്ലാം കാരണം. അഭിനയിക്കലടാ ഞാൻ കുറച്ചുകൂടെ പറഞ്ഞേ. അണ്ണാ അഭിനയം കറക്റ്റ് ആയിരുന്നു, പക്ഷെ ടൈമിങ് മാറിപ്പോയി. ഇന്നുമാരെല്ലാം അടിച്ചു വന്നേരെ കറുത്ത്. എന്റെ ബർത്ത്ഡേക്ക് ചന്ദ്രൻ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചില്ലല്ലോ. മതാര പറയുവാണേ അവന്റെ ബർത്ത്ഡേക്ക് വാട്സാപ്പിൽ ചന്ദ്രൻ മെസ്സേജ് അയച്ചില്ലല്ലോ എന്ന്. നല്ല പാട്ട്. അണ്ണനെ അറിഞ്ഞു, അവൻ അറിഞ്ഞല്ലോ എനിക്ക് ഇൻഫ്ലുവൻസ് അപ്പിയായിരുന്നു. പിന്നെ കണ്ട കുണ്ടാണ് ഓരോ തന്നോളും. ഒരു ഇമ്മ്യൂണിറ്റി ഉള്ള വാണങ്ങൾ അതൊന്ന് ഏറ്റെടുത്തോണ്ട് പോയി. അപ്പൊ ശരിക്കും നിനക്ക് വേണ്ടി കൊരങ്ങനൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മള്. അത് കൊള്ളാം. സെറ്റപ്പ് തന്നെ സെറ്റപ്പ് തന്നെ. നമ്മളെ ബ്ലാക്ക് മാഫിയിലെ പിള്ളേർ സെറ്റ് ചെയ്ത്. ഓ ഇത് നൈസ് സ്റ്റേജ് അല്ലേ, നല്ല രസം. അവന്മാരെ ഏതാടാ നമ്മളല്ലേ വെറൈറ്റി ആയിട്ടുണ്ട് ഇവരായിട്ട് കാണാത്ത പടം കണ്ടാടാ. നമുക്കൊരു കേക്കൊക്കെ ഒന്ന് കട്ട് ചെയ്യണ്ട. പ്രശ്നം രണ്ടു വണ്ടി ഉണ്ടാ അളിയ നൈസായിട്ട് അളിയ ഞാനേ നാളെ പേര് മാറ്റിയത് നാട്ട കേസ് ഉണ്ട് ഇത് അളിയനങ്ങ് ഏറ്റെടുക്കണം. ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഇത് കൊടുത്തേക്കാന്ന് വെച്ചാ വായിൽ ഷഡ് തിരിക്കായിരുന്നു അളി. ഇത് ആ കൊച്ചിന്റെ അങ്ങ് കൊടുത്തേക്കളിയാ. ഞാനല്ല ചന്ദ്രന ചന്ദ്രന് വേണ്ടി എടുത്താ ചന്ദ്രന് എടുത്തിട്ട് കൊടുക്കളിയാ. നാണോ ഇല്ലടാ, അത് കൈ പിടിക്കാൻ പറ്റുമോ ഇപ്പം? ഞാനത് എന്താ ചെയ്ത് പിടിച്ചത്. സമാധാനത്തോടെ ജീവിക്കാൻ പറ്റട്ടെ. അയ്യോ ഞാൻ കേട്ടില്ല അണ്ണ പകുതി. ഞാൻ അപ്പുറത്തായിരുന്നു, ഒന്നിട്ട് പറയോ? ഹാപ്പി ബർത്ത്ഡേ ചന്ദ്രനൊന്നും പറയാനില്ല. സന്തോഷോടാ, പല സന്തോഷം. നമ്മുടെ ബ്ലാക്ക് മാഫിയ പിള്ളേരെ സ്റ്റേജ് നന്നായിട്ട് ചെയ്തു. അടിപൊളിയടാ എല്ലാവർക്കും. എന്നെ പറ്റി നിന്നെ പുറത്ത് അപരാധിയെ കിട്ടിയിൽ നമുക്ക് പതിയായ സന്തോഷമുണ്ട്. നീ ഇവിടെ കുറച്ചാളുകൂടി സന്തോഷമായിട്ട് ജീവിക്കണമെന്നുണ്ട്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വല്ല എന്റെ കൈ കൊണ്ട് തീരും. സന്തോഷമായിട്ട് ജീവിക്കുക. ഈ കേക്ക് കഴിക്കാൻ നിനക്കിന്ന് ഭാഗ്യമുണ്ടായതിൽ എനിക്ക് ഭയങ്കര സന്തോഷം. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സർപ്രൈസ് ആയി പോയി ചന്ദ്ര. ഞാൻ ചന്ദ്രൻ ഡൗൺ ആയെന്ന് അറിഞ്ഞപ്പോ തന്നെ ഓടി വന്നപ്പോഴേ ഞാൻ ഞെട്ടിയൊരു ഞെട്ടലുണ്ട് ചന്ദ്ര. എടാ 4 മണിയാണ് കേക്ക് കിട്ടി. 4 മണിയാ പറ. ഏതല്ലേ അണ്ണന്റെ കേക്ക്? ഈ കേക്കും കൂടെ വലിയ കേക്ക് കട്ടിയടാ.
അതോടെ കട്ടയാ ഒരു വീഡിയോ ഉണ്ട് അണ്ണ എനിക്ക് എന്റെ ബർത്ത്ഡേല്ലേ വെച്ചാ എന്റെ കേക്ക് കണ്ടില്ലേ എങ്ങനെയാ വായി വെച്ചിരുന്നേ ഇങ്ങോട്ടെ 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 നിന്റെ പരിപാടി ഇല്ല പറഞ്ഞ എന്നെ കൂടി ചേർത്ത് കഴിക്കണേ. അഡ്മിനെ കുറച്ചുകൂടി ബാക്കിലോട്ട് പോവോ രാത്രി ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ ബാക്കിലോട്ട് പോവോ? ഓക്കെ അവരുടെ അടുത്ത് പറയല്ലേ സെക്കൻഡ് ഹാൻഡ് ഡീലർഷിപ്പ് ചെയ്താണ് വണ്ടി എടുത്തേന്ന്. ആണല്ലേ? ആ പറയണ്ട പറയണ്ട പറയണ്ട. വില കുറച്ച് കിട്ടിയതാ. ആ ഓക്കെ. ഒന്നല്ല 2 വണ്ടി. അണ്ണ വിളി. എടാ ബാലങ്ങ് വന്നാടാ. ഈ കാറിന്റെ അടുത്ത് ഒന്നും അറിയത്തല്ലെങ്കിൽ വാടാ. ചന്ദ്രന് കാറുണ്ടോ? നമ്മളങ്ങനെ ചെറിയ പരിപാടി ചെയ്യത്തില്ലല്ലോടാ. മല അപ്പൊ ഈ കിടക്കണ വണ്ടി നിന്റെ ഏതൊക്കെ? ആ 50 ബൈക്ക്. ബൈക്ക് ആ ബൈക്ക് അല്ലല്ല അത് നിന്റെ അല്ല. അതും കൂടെ ചന്ദ്ര അതുകൂടെ ചന്ദ്ര ഈ പോർഷെ ഈ സാധനം എന്റെയാണോ? ഒരു മാസത്തേക്കാണോ അതോ ലൈഫ് ടൈം? നിന്റെ വണ്ടി നിന്റെ തന്നെടാ ഇത്, നിന്റെ തന്നെ. കണ്ണ് കണ്ടായിരുന്നൂടെ? കഴിവറ പോലെ മുമ്പിത്തര പറയണ ചെറിയ സമയം കൊണ്ട് എത്ര വണ്ടി ഇറക്കിയത്. ചന്ദ്ര വന്നിടാ. അണ്ണ എവിടെ? അണ്ണ എങ്ങോട്ട് പോയി? ആ സെക്കൻഡ് ഹാൻഡ് മേടിച്ചു കൊടുത്താലും ഒരു മര്യാദയൊക്കെ വേണ്ടടാ. ആ വെള്ള വണ്ടിക്ക് എഞ്ചിൻ പോലും ഇല്ല, സ്റ്റാർട്ട് പോലും ആവുന്നില്ലത്. അണ്ണ വിചാരിക്കുന്ന പോലെയൊന്നും ഇല്ല. ഇതിലും ഭേദം അവന് കൊടുക്കാതിരിക്കുന്നതായിരുന്നു. നീ കേറ്റി പറയല്ലേ? 30 കോടി സത്യം പറ. 30 കോടി സത്യം 30 കോടിയേ. ചന്ദ്ര ഇങ്ങനത്തെ സാഹചര്യത്തിലല്ലേ ഇത് ചെയ്യേണ്ടത്? സത്യം പറ. 30 കോടി 28 ഫൈനലാണോ? ഫൈനല് ഉറപ്പാണോ? 25. ഇനിയിപ്പോ സത്യം പറ. എന്തായാലും ഇനി വലിയ പ്രോഫിറ്റ് ഒന്നും ഇല്ല. ഇനി സത്യം പറ. അണ്ണാ 30 കോടിയാണോ? സത്യം 30 കോടിയേ. പിന്നെ എനിക്ക് അന്നത്തെ കള്ളം പറഞ്ഞിട്ട് എന്ത് കിട്ടേ? 30 കോടി വണ്ടി അണ്ണാ. ഇത് 2 വണ്ടി. ഒന്നിന് അവർക്ക് നമുക്ക് പ്രൊമോഷന് വേണ്ടി 2 വണ്ടി തരുന്നുണ്ടാ. അത് തന്നെ എല്ലാം കൂടെ ഒരു 40-45 കോടിയുടെ വണ്ടിയുണ്ട് നമ്മളെ കയ്യിൽ ഇപ്പൊ. ആ എന്നാ വലിയൊരു കാര്യമാണ് അണ്ണ. അണ്ണ എന്തിനു പറയണേ? പൈസ കൊടുത്തിട്ടില്ല. അണ്ണ കൊടുത്ത നിന്റെ അച്ഛൻ കൊടുക്കും. അണ്ണ നമ്മളെ പിള്ളേരെ പണിഞ്ഞാണ് ഇത്. ഫുള്ള് ഇവന്മാരെ പണിഞ്ഞു ഒറ്റ ദിവസം കൊണ്ട്. ഒരു ആഗ്രഹം പറഞ്ഞോട്ടെ. ഓ ഗോഡ് ഓഫ് വാർ ഒന്ന് നാളെ വരും. ഓക്കെ ഓക്കെ അണ്ണാ എവന്മാര് ഇവന്റ്സ് ഇപ്പൊ എടുത്തോണ്ടേ എവന്മാര് ഇഷ്ടമുള്ള പണിയാൻ പറ്റും. മനസ്സിലായില്ലേ? അവന്മാരെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് എല്ലാം നമ്മൾ ഒന്നും ആ ഹാപ്പി ബർത്ത്ഡേ മാത്രമേ വെളിയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളൂ. ബാക്കി എല്ലാം ഇവിടെ ഫുള്ളാണ് സെറ്റ് ചെയ്തത്. ഓ സെറ്റ് അടിപൊളി അടിപൊളി അടിപൊളി. വേറെ പരിപാടി ഒന്നുമില്ലല്ലോ ഇനി? വേറെ പരിപാടി ഒന്നുമില്ല. കാരണം ഏമാർക്ക് 20 കോടി 20 ചെയ്യാറില്ലടാ. അല്ലല്ല പൈസ നിന്റെ സ്വന്തം പിള്ളേരല്ലേടാ. അപ്പൊ നീ ചന്ദ്രൻ മേടിച്ചോട്ടോ ബ്രോ. ആ ഞാൻ കൊടുത്തേക്കാം പമ്പയിന്ന്. ചന്ദ്രു കാറുകാരൻ പൈസ ഒന്ന് വെള്ളം കുടിക്കാൻ ചന്ദ്രന്റെ പയ്യന്മാരെ കറക്കിയിട്ടുണ്ട്. ഒളിഞ്ഞു നോക്കല്ലേ?
അല്ല കണ്ണ് വെച്ചേ കണ്ണ് വെക്കി അണ്ണ വാസന്റെ അടുത്ത് പറ ഡേറ്റ് ഇവിടെ നോക്കി കഴിഞ്ഞാ ഡിനോസറിനെ കാണാം. വാസണ്ണ കൗണ്ടർ കയറി കടിയും കൊടുക്കും ഞങ്ങള്. അണ്ണാ ഡൈനോസറിനെ കാണണ ഡൈനോസറിനെ കാണണ ആ കൈ കൊണ്ടുവാ. കഴുത്ത് നീളുള്ള ഡൈനോസർ ഉണ്ട്. നമുക്ക് രണ്ടെണ്ണത്തിലും തികയൂലേ? കൂടുതൽ വേണേ? ഇല്ല എനിക്ക് പിന്നെ അത് മതി. എടാ അപ്പുക്കുട്ടാ ജിജിയില് നമുക്ക് ഗസ്റ്റ് റോളെല്ലാം ഉണ്ടാടാ. പിന്നെ അല്ല ചന്ദ്ര ഗസ്റ്റ് റോൾ ഇല്ലാണ്ട്. പക്ഷെ ചന്ദ്ര ആദ്യം വരുന്ന ടി ജി വീഡിയോ അല്ല, ഗ്യാങ് വണ്ടി വീഡിയോ ആണ്. ആണാ ഏതെങ്കിലും ഒന്ന് വന്നാ മതി. അതെ ഈ മാസം എങ്ങനെയാണൊക്കെ വരും, മനസ്സിലായോ ചന്ദ്ര? ഈ മാസം ചന്ദ്ര ഈ പുഴ കിടക്കുന്ന അമരമുള്ള ശ്യാമയാണ്. അമരുള്ള ശ്യാമ എവിടുന്ന് നോക്കി എവിടുന്ന് കപ്പിൾ സ്പോട്ട് ആക്കാൻ പോണേ ചന്ദ്ര.